Hello friends, good morning. It's me Simon YouTube channel, Simon Varghese Facebook, Simon Varghese Instagram. Welcomes you all. Have a fantastic positive day. എല്ലാവരും പേരും കൈയൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് അതൊരു അടയാളം. മോർഫിങ്ങിൻ്റെ കാലമല്ലേ? മോർഫിംഗ് അല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലം. നമ്മളെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ഈ കൈപ്പത്തിയും അതിൻ്റെ അകത്തെ അടയാളങ്ങളും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എൻ്റെ വിചാരം. എനിക്കറിയില്ല, ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ ഒരു കോംപ്ലിക്കേഷൻ വന്നാലേ ഈ യൂട്യൂബ് ചാനൽ നടത്തുക, പ്രഭാഷണം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അറിവ് പങ്കുവെക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ ഏതെങ്കിലും ഒരു കേസിലൊക്കെ പെട്ടാലേ നമ്മുടെ ഈ ജീവിതത്തിൽ സമ്പാദിച്ചതും എല്ലാം പോവും. മാനവും പോവും, പണവും പോവും. വളരെ കെയർഫുള്ളാണ്. ഓക്കെ, ഇന്നിപ്പം ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് വലിയ സന്തോഷം, ഒരു ആകാംക്ഷ. അതുകൊണ്ട് ഞാൻ 2 എക്സസൈസ് നിർത്തി വെച്ചിട്ടാണ് ബാക്കി വീട്ടിൽ ചെന്നിട്ട് ചെയ്യാമെന്ന് ഓർത്തു. വീട്ടിൽ ചെന്ന് ഈ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന പരിപാടിയുണ്ട്. അതിനിടയ്ക്ക് ഇച്ചിരി എക്സസൈസ് ചെയ്യുക. അപ്പോൾ ആ കൂടെ ബാക്കി ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്കിതെന്താ പറ്റിയേ? ഞാനിനി ഇലക്ഷൻ കഴിഞ്ഞാൽ വരെ പൊളിറ്റിക്സ് പറയുകയില്ലെന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളോട്. പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്താ പറ്റിയേ? ഇവിടെ ഈ വിദേശത്തുള്ള ആശുപത്രി നടത്തുന്ന വലിയ വലിയ ബിസിനസ്സുകാരെല്ലാം ഇന്ത്യയിലേക്ക് വരികയാണ്. അവരിവിടെ വന്ന് ആശുപത്രികളേറ്റ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇവിടെ ഈ ഹോസ്പിറ്റലുകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഞാൻ ഓർത്തു പോകുമായിരുന്നു, ഞങ്ങൾക്കൊരു കോട്ടയത്തിൻ്റെ പ്രിയപ്പെട്ട MLA ഉണ്ടായിരുന്നു. വലിയ സ്വാധീന ശക്തിയുള്ള വലിയൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യ. അവർക്കൊരു ഓപ്പറേഷൻ പ്രൈവറ്റ് ആശുപത്രി, കൊടി കെട്ടിയ പ്രൈവറ്റ് ആശുപത്രി നടത്തി. അവിടെ വെച്ച് അവരുടെ ഓപ്പറേഷനിൽ പ്രശ്നമുണ്ടായി. പിന്നെ എയിംസ് അടക്കം 10-20 ഓപ്പറേഷൻ നടത്തി. അവസാനം പാവം മരിച്ചുപോയി. അന്നൊന്നും നമ്മൾ ഈ പ്രക്ഷോഭമൊന്നും കണ്ടില്ല, കാരണം അതെല്ലാം സ്വകാര്യ ആശുപത്രികൾ. അവസാനം എയിംസിൽ ചെന്നുമ്പോഴാണ് ഗവൺമെൻറ് വരുന്നത്. ഇപ്പം ആലപ്പുഴയിൽ ഒരു കൈപ്പിഴവ് വന്നു എന്ന് പറയുന്ന തത്വത്തിൽ നമ്മൾ അംഗീകരിച്ചാൽ പോലും അന്ന് നടന്ന ഓപ്പറേഷനുകളുടെ എണ്ണം ഒന്ന് എടുക്കാൻ പറ്റുമോ? ഞാൻ ആർപ്പുക്കര പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പം ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പോകേണ്ടി വരും. പലതും കാണുന്നുണ്ടായിരുന്നു. ഒരിക്കലും എൻ്റെ ഒരു ബന്ധുവിനൊരു ഓപ്പറേഷന് വേണ്ടി ഞാൻ അവിടുത്തെ ഒരു വലിയ പ്രശസ്തനായ ഡോക്ടറെ സമീപിച്ചപ്പം എൻ്റെ ഫ്രണ്ടും കൂടെ സൈമൺ ഇത്ര പോസ്റ്റ് ചെയ്തിരിക്കുക, 20 എണ്ണം ഇന്ന് പോസ്റ്റ് ചെയ്ത്. ഞങ്ങൾക്ക് ടേബിൾ ക്ലീൻ ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല. അതാണ് സ്ഥിതി. ചെയ്യണമെന്ന് ചോദിച്ചു. പിന്നീട് സൗകര്യപ്രദമായത്, അതായത് എമർജൻസി അനുസരിച്ച് ഇത്രയും എല്ലാം പ്രൈവറ്റ് ആശുപത്രി നടക്കുന്നുണ്ടോ? എന്നിട്ട് അവർക്ക് തെറ്റ് പറ്റുന്നില്ല. ഈ പ്രൈവറ്റ് ആശുപത്രി പറ്റിയ കുഴപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജ്, പ്രശസ്തമായ ആലപ്പുഴ മെഡിക്കൽ കോളേജ് തിരുത്തിയ സംഭവമുണ്ട്. അപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് എന്തും പറയാം ആർക്കും. അത് പാടില്ല. നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കി. കേരളത്തിൻ്റെ ആരോഗ്യരംഗം എത്ര മുന്തിയതാണെന്ന് നമ്മളാരും അല്ലല്ലോ പറഞ്ഞേ. വിദേശത്തുകൂടെ കോവിഡ് കാലത്തൂടെ വന്ന ആളുകൾ പറഞ്ഞെന്താ, ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയേനെന്നാണ് പറഞ്ഞത്. യൂറോപ്യനാണ് പറഞ്ഞത്. കേരളത്തിലോ കോവിഡാന്ന് പറഞ്ഞാൽ ഉടനെ സ്റ്റിക്കർ ഒട്ടിക്കുന്നു, ആംബുലൻസ് വരുന്നു, പാട്ട് പാടുന്നു, മൃഷ്ടാന്ന ഭോജനം കൊടുക്കുന്നു, ചികിത്സിക്കുന്നു. ഹായ്. അങ്ങനെ ലോകത്തെവിടെയെങ്കിലും കിട്ടിയാൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എൻ്റെ മകൻ ആ സമയത്ത് അമേരിക്കയിൽ ഈ കോവിഡിൻ്റെ ചുമതലയുള്ള ഒരു ഓഫീസറായിരുന്നു, ട്രീറ്റ്മെൻറ്റ് ഓഫീസറായിരുന്നു. ബാക്കി എനിക്ക് പറയാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ എന്തുമാത്രം ആളുകളാണ് മരണപ്പെട്ടു പോയത്. കുറേയൊക്കെ ധിക്കാരമുണ്ട്, ഒരു ഇഞ്ചക്ഷൻ എടുക്കത്തില്ലെന്ന് പറയുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അന്ന് കേരളത്തിൽ എന്താ സ്ഥിതി? നമ്മൾ എത്ര കേന്ദ്ര ഗവൺമെൻറ്റിനെ നമ്മൾ അഭിനന്ദിക്കാം. കേന്ദ്ര ഗവൺമെൻറ് ഇമ്മീഡിയറ്റായിട്ട് മെഡിസിൻ കണ്ടുപിടിച്ചു. BJP ഗവൺമെൻറ് ആണെന്ന് നമ്മൾ അങ്ങനെ അങ്ങ് പറയുന്നില്ല, കണ്ടുപിടിച്ചു. അത് കേരളത്തിൽ ഫലപ്രദമായി വിനിയോഗിച്ചു. മരണത്തെ തടഞ്ഞു നിർത്താൻ നമുക്ക് പറ്റി. അത്രയും നല്ല ആരോഗ്യരംഗമുള്ള കേരളത്തിലെ ആശുപത്രികളെയൊക്കെ സർക്കാർ ആശുപത്രിയിൽ ആര് പോകുമെന്ന് അറിയാം മണ്ടന്മാർ പറയുന്നത്. സർക്കാർ ആശുപത്രികൾ ആരാ പോകുമെന്ന് അറിയണേ ഈ മാന്യന്മാർ രാവിലെ ഇറങ്ങി നോക്കട്ടെ ആശുപത്രിയിലെ തിരക്ക് കാണണമെങ്കിൽ. ചുമ്മാ അങ്ങനെ പറയരുത്. ഇലക്ഷൻ അവരെന്നും പറഞ്ഞ് വായിത്തൊന്ന് വിളിച്ച് പറയരുത്. കേരളത്തിലെ അഭിമാനാർഹമായ നേട്ടങ്ങൾ കൊയ്തെടുത്തിരിക്കുന്ന ആരോഗ്യരംഗത്തെപ്പറ്റി അങ്ങനെ അങ്ങ് അപമാനിക്കരുത്. അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി
ഇത്രയും മിടുക്കിയായൊരു മന്ത്രി അവരേതൊരു വിഷയത്തിലും പാഞ്ഞെത്തും, ഓടിയെത്തും. നിപ്പ വന്നപ്പം എല്ലാവരും മാളങ്ങളിൽ ഒളിച്ചിരിക്കുമ്പം അവരാ നിപ്പ കേന്ദ്രത്തിൽ പോയി താമസിച്ചുകൊണ്ട് ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ധൈര്യം പകർന്നു കൊടുത്ത ആരോഗ്യമന്ത്രിയെ പറ്റിയാണ് ഈ മണ്ടന്മാർ പറയുന്നത്. ഇത് ഇലക്ഷന് വേണ്ടി പറയുന്നതല്ല, പൊളിറ്റിക്സ് അല്ല. ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ളതിൽ നമ്മൾ കണ്ടും കേട്ടും പഠിച്ചും നിൽക്കുന്ന കാര്യം പറയുന്നു മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ സർക്കാർ ആശുപത്രികളെ ഉയർത്താനും അതിലെ പ്രഗത്ഭന്മാരും അതിപ്രഗത്ഭന്മാരുമായ ഡോക്ടർമാരെ താഴ്ത്തിക്കിട്ടാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ആശുപത്രി ഗവൺമെൻറ് ആശുപത്രി ഡോക്ടർ റിട്ടയർ ചെയ്യുമ്പോൾ അവർ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ആശാമാർ പൊക്കിപ്പിടിക്കുന്ന പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് 4 ഇരട്ടി 5 ഇരട്ടി ശമ്പളത്തിലാണ് പോകുന്നത്. ഗവൺമെൻറ്റിൽ നിന്ന് 1-2 ലക്ഷം മേടിക്കുന്നവർ പോയി 4, 5, 8 ലക്ഷം രൂപയ്ക്കാണ് പ്രൈവറ്റിൽ പോയി. ഇവർ മോശക്കാരാണെന്നാണ് ഇവർ വിളിച്ച് പറയുന്നത്. അത് വിടക്കാക്കി തനിക്കാക്കുക. ഇതൊരു വളരെ പ്ലാൻഡ് പരിപാടിയാണ്. കേരളത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ അതിപ്രശസ്തമായ രീതിയിൽ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ രംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും ഒക്കെ കളങ്കപ്പെടുത്താൻ വേണ്ടിയുള്ള മനഃപൂർവ്വമായ പ്രവർത്തനമാണ്. അതിനെ മുളയിലെ തന്നെ നുള്ളിക്കളയണം, നമ്മൾ നുള്ളിക്കളയണം. ഇത്തരം വർത്തമാനം പറയുന്നവരെ കണ്ടാൽ ചോദിക്കണം, പരസ്യമായിട്ട് ചോദിച്ചു വെല്ലുവിളിക്കണം. ഇവിടെ താൻ ഈ കോവിഡ് കാലത്ത് എവിടെ ആയിരുന്നല്ലോ എന്ന് ചോദിക്കണം. ഇവിടെ ആ കോവിഡ് കാലത്ത് ഗവൺമെൻറ് ചെയ്ത സുസ്ഥിരമായ സേവനം താൻ മറന്നുപോയെന്ന് ചോദിക്കണം. അന്ന് ദേശത്തും വിദേശത്തു നിന്നുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം എറണാകുളത്തൊരു പ്രോഗ്രാം നടന്നു. അതിൻ്റെ പേര് വിഷൻ 2026 അല്ലേ. അവിടെ വന്ന ഒരു വിദേശി ബിസിനസ്സുകാരൻ എന്താ പറഞ്ഞത്? യൂറോപ്യൻ കൺട്രീസിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ 3 മാസം പിടിക്കും. കേരളത്തിലോ നമുക്ക് ഇഷ്ടമുള്ള ആശുപത്രിയിൽ പോയി ഇഷ്ടമുള്ള ഫിസിഷ്യനെ കാണാം, സ്പെഷ്യലിസ്റ്റിനെ കാണാം, ട്രീറ്റ്മെൻറ്റ് എടുക്കാം, ഇല്ലേ? സർക്കാർ ആശുപത്രികൾ ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട് നിൽക്കുക. എന്തിനാ? എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ പണ്ടേ പ്രശസ്തമാണ്. ഇന്നിപ്പോൾ എന്താ സ്ഥിതി? ഓപ്പൺ ഹാർട്ട്, ഹൃദയം വരെ മാറ്റി വെച്ചിരിക്കുക. പ്രിയമുള്ള അപ്പോൾ ഈ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് എഴുതുന്ന പത്രക്കാരൊക്കെ മണ്ടന്മാരെന്ന് വിളിക്കപ്പെടാൻ അർഹതയുള്ളവരാണ്. അതിനെ എടുത്ത് ദൂരോട്ട് കളയുക. അങ്ങനെ വരുന്ന പത്രം ചുരുട്ടിക്കൂട്ടി കളയുക, വായിക്കുക പോലും ചെയ്യരുത്. നമ്മുടെ പ്രതിഷേധം അങ്ങനെ രേഖപ്പെടുത്തണം. ഇവിടുത്തെ ഞാൻ ചോദിച്ചോട്ടെ, പണ്ട് ഈ ഗവൺമെൻറ് സ്കൂളിൽ പോകുന്നതൊക്കെ എന്തോ ഒരു കുറച്ചിലായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്നാ വലിയ ആശാന്മാരൊക്കെ CBSE വേണമെന്നൊക്കെ പറഞ്ഞ് 8ാം ക്ലാസ് വരെ CBSE പഠിപ്പിച്ചിട്ട് 8 കഴിയുമ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ടാക്കുക. എന്താ? അവൻ്റെ ഫ്യൂച്ചറിന് അതാണ് നല്ലത്, അവൻ്റെ എൻട്രൻസിന് നല്ലതാണ്. അപ്പോൾ ഗവൺമെൻറ് സ്കൂൾ നല്ലതെന്ന് ആശാന്മാർക്ക് അറിയാം. അപ്പം നമുക്ക് ഒന്നിച്ചൊന്നായി അണിനിരക്കാം. ഗവൺമെൻറ് ആശുപത്രികളെയും ഗവൺമെൻറ് സ്കൂളുകളെയും യൂണിവേഴ്സിറ്റികളെയും സംരക്ഷിക്കാൻ നമുക്ക് മുന്നിട്ടിറങ്ങാൻ രക്ഷയില്ല. നമ്മൾ ചാനലൊക്കെ ഓഫ് ചെയ്ത് രാഷ്ട്രീയമൊക്കെ നിർത്തി പറയാതിരിക്കുമായിരുന്നു. പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ ഇന്നലെ കൊണ്ടുപോയി റീത്ത് വെച്ചു. എന്തൊരു കഷ്ടമാണെന്ന് ഓർത്തോണേ. ഗവൺമെൻറ് വളരെ അത് പ്രയോജനപ്പെടുത്തി. അവരെന്താ പോലീസൊന്നും വിട്ടില്ല, കൊങ്ങാക്കി പിടിപ്പിച്ചില്ല. അവർ ശരിക്കും പറഞ്ഞാൽ അത് പ്രയോജനപ്പെടുത്തി. ജനങ്ങൾ കാണട്ടെ, ഈ കാണിക്കുന്ന തെമ്മാടിത്തരം ജനങ്ങൾ കാണട്ടെ എന്ന് വിചാരിച്ചു. അതായിരിക്കാം. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ പോലീസ് ഇല്ലാഞ്ഞിട്ടാണ്, ഒരു മന്ത്രിയുടെ ഭവനത്തിന് സംരക്ഷണം കൊടുക്കാൻ പോലീസിന് കെൽപ്പില്ലാഞ്ഞിട്ടാണ്. ഈ മണ്ടന്മാർ അറിയാതെ ചെന്ന് പിടികൊടുത്തതാണ്. ജനങ്ങളുടെ വിദ്വേഷം പിടിച്ചു പറ്റി. ആ ഒറ്റ കാരണം കൊണ്ട് ഇനി ആരോഗ്യമന്ത്രി നിന്നാൽ 1 ലക്ഷം വോട്ടിനായിരിക്കും അവർ ജയിക്കുന്നത്. അതായിരിക്കും സ്ഥിതി. അത്ര മിടുക്കിയായ നിസ്വാർത്ഥയായ ഒരു മന്ത്രിയാണ്. മന്ത്രിയുടെ മാത്രമല്ല, അത് ഗവൺമെൻറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഒരു മന്ത്രിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫിനാൻസ് മിനിസ്റ്ററേയും ചീഫ് മിനിസ്റ്ററേയും എല്ലാം സപ്പോർട്ട് വേണം, എങ്കിലും കാര്യങ്ങൾ. അപ്പം ആ ഒരു ഗവൺമെൻറ്റിങ്ങിൻ്റെ ഭാഗമാണ്. എന്തായാലും ഇവിടുത്തെ ഹെൽത്ത് സെക്ടർ അങ്ങനെ ഏതെങ്കിലും ഒരു കൈപ്പിഴ വന്നെന്ന് വെച്ചോ, ഒരു മറവി സംഭവിച്ചെന്ന് വെച്ചോ, ഇത് മറവിയൊന്നും സംഭവിച്ചതല്ല. നമ്മളത് അന്വേഷിക്കണം. ശരിക്കും പോലീസൊന്ന് അന്വേഷിക്കണം. ഈ സന്ദർഭത്തിൽ ഈ വലിയ ഏജൻസികൾ ലക്ഷങ്ങളും കോടികളും കൊടുത്ത് ഇവിടെ PR വർക്ക് നടത്താൻ കൊണ്ടുവന്നിരിക്കുക. അവരുടെയൊക്കെ കൗശല ബുദ്ധിയിൽ വന്ന അടവുപരമായ തന്ത്രമാണോ എന്ന് നോക്കണം. ഈ സിസേഴ്സ് പുട്ടപ്പ് ചെയ്തതിൻ്റെ പിന്നിലൊക്കെ എന്തായാലും അതും അന്വേഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയുള്ള ദിവസങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം. പോലീസും വിജിലൻസും എക്സൈസും ഫോറസ്റ്റും KSEB ഉദ്യോഗസ്ഥന്മാരും KSRTCക്കാരും എല്ലാം ബദ്ധശ്രദ്ധരായിരിക്കണം. എല്ലാവരും ജോലിക്കാരെല്ലാം ശ്രദ്ധിച്ചു. കാരണം എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കുക,
അത് ജനങ്ങളുടെ മുമ്പിൽ വാരി അലക്കുക. തെരഞ്ഞെടുപ്പിലേക്ക് അത് മുതൽക്കൂട്ടാക്കാൻ ശ്രമിക്കും. ഓരോ ഉദ്യോഗസ്ഥന്മാരും നല്ല അന്തസ്സോടും അച്ചടക്കത്തോടും കൂടി നിൽക്കണം. അതുപോലെ കണ്ണും കാതും തുറന്നു വയ്ക്കണം. ഇത്തരം പ്രതിലോമകാരികൾ കടന്നുകൂടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പോലീസ് ഓഫീഷ്യൽസ് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ കോടികൾ കൊണ്ടുവരുന്ന ആൾക്ക് കോടികൾ ഇറങ്ങി കളിക്കാൻ കേരളത്തിൽ നടപ്പില്ല എന്ന് തെളിയിച്ചു കൊടുക്കണം. കേരളത്തിലെ ജനങ്ങൾ മുന്നിട്ടിറങ്ങണം. ഈ ഇസ്മി സൈമൺ യൂട്യൂബ് ചാനലിൽ പറയാനുള്ളത്, നമ്മുടെ ആരോഗ്യരംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും തൊട്ട് കളിച്ചാൽ വിട്ടുകൊടുക്കത്തില്ല എന്ന് നമ്മൾ പറയണം. കേരളത്തിൻ്റെ അഭിമാനമാണ്, കേരളത്തിൻ്റെ സത്തയാണ്, കേരളമാണ്. ഇന്നത്തെ കേരളം സൃഷ്ടിക്കാൻ നമ്മുടെ LP സ്കൂൾ അധ്യാപകൻ മുതൽ പ്രീ സ്കൂൾ അധ്യാപകൻ മുതൽ അങ്ങ് യൂണിവേഴ്സിറ്റി വരെയുള്ള എഞ്ചിനീയറിംഗ് കോളേജ് വരെയുള്ള അധ്യാപകർ കഷ്ടപ്പെട്ട് നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുത്ത് അതിനെയൊക്കെ പിച്ചി ചിന്താൻ ഓരോ പേര് കേട്ടാൽ തന്നെ ചിരിക്കുക. ഹായ് ഗുഡ് മോർണിംഗ്. അപ്പം അവർ വന്നിട്ട് ഓരോ പണി ഇറക്കുക. അത് മനസ്സിൽ ഇരിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ തൻ്റെ ഇടം വേണം. നമുക്ക് നമ്മുടെ മുമ്പിലുള്ളതല്ലേ കോവിഡ് കാലത്തെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പെരുമാറ്റം. അന്ന് പാവപ്പെട്ടവരും പണക്കാരൊന്നും പണിയില്ല, വീട്ടിൽ എല്ലാവരും കുത്തിയിരിക്കുക. അപ്പോൾ എന്താ, കിറ്റുമായി വന്നു ജനങ്ങൾക്ക്. ഞാൻ പോയി കിറ്റ് മേടിച്ച് എൻ്റെ വീടിനെ പുലർത്തി എനിക്കറിയാം. അന്ന് എൻ്റെ കാറിൻ്റെ മുമ്പിൽ കിടന്ന കാര്യം ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്. ചിങ്ങവനത്തെ പ്രധാനമായൊരു വ്യവസായിയുടെ കാറാണ് കിടന്നത്, ഒരു ഹോണ്ട സിറ്റി. അപ്പം ഹായ്, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ എൻ്റെ സൈമൺ റേഷൻ മേടിച്ച് നമുക്ക് വേറെ മാർഗ്ഗമില്ലല്ലോ, ജീവൻ നിലനിർത്തണ്ടേ, ഗവൺമെൻറ് തരുമ്പോൾ നമ്മളത് മേടിക്കുക, ഞങ്ങൾ രണ്ടും കൂടെ മേടിച്ചോണ്ടോ. ഞാൻ പറഞ്ഞത് അത്തരത്തിൽ സെൻസിറ്റീവായി നിൽക്കുന്നൊരു ഗവൺമെൻറ്റിനെ ഒരു കയ്യബദ്ധം ആയിരിക്കും. ഇത്രയും തിരക്കല്ലേ. ഞാൻ പറഞ്ഞത് മെഡിക്കൽ കോളേജിലൊക്കെ ഈ ആ ഓപ്പറേഷൻ നടന്നു പറയുന്നത് പുറകോട്ടൊന്ന് ഹിസ്റ്ററി എഴുതി 2016 ആ ദിവസം ഓപ്പറേഷൻ നടന്നതിൻ്റെ എണ്ണം ഒന്നും എടുത്തത് ആലപ്പുഴ മെഡിക്കൽ അങ്ങനെ വലിയ ക്രൂശിക്കുന്ന ആശാന്മാർ. അതുകൊണ്ട് ആരോഗ്യരംഗത്തെ ഒരുത്തൻ TV വന്നിരുന്ന് അടിക്കുകയാണ്. ജനങ്ങൾക്ക് ഭയമാണ് സർക്കാർ ആശുപത്രി ഒറ്റ പൊട്ടിട്ട് കൊടുക്കേണ്ടി വന്നു. ഞാൻ അത്രയും വാശികളുണ്ട് ഇത് പറയുന്നത്. നൂറുകണക്കിന് ആളുകൾ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോകുന്ന കാലത്ത്, 65 വയസ്സ് കഴിഞ്ഞവർക്ക് പ്രത്യേക സംരക്ഷണമുള്ള കാലത്ത്, ഒരു ബുക്ക് മാറ്റി തന്നാൽ അവന് എല്ലാ മെഡിസിനും കിട്ടുന്ന സമയത്ത്, 60 കഴിഞ്ഞാൽ വേറൊരു പ്രൈവറ്റ് ചികിത്സ കൊടുക്കുന്നൊരു കാലത്ത് ഈ കേരളത്തിലെ ജനങ്ങൾ ഇത്രയും അന്തസ്സ്, ഞാൻ തന്നെ ഇങ്ങനെ അന്തസ്സായിട്ട് നടക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ജനങ്ങളുടെയും സർക്കാരിൻ്റെയും യോജിച്ചൊരു പ്രവർത്തനമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ. ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് റോഡ് കണ്ടു, എത്ര സൂപ്പറാണെന്ന് നോക്കി. ഇതൊക്കെ ചുമ്മാ കിട്ടുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള റോഡ്, ഇതെല്ലാം നമ്മുടെ ആളുകളുടെ, എൻജിനീയർമാരുടെ, തൊഴിലാളികളുടെ, ഉദ്യോഗസ്ഥന്മാരുടെ, നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളുകളുടെ എല്ലാം കൂടെ കൂട്ടിച്ചേർന്നൊരു പ്രവർത്തനം. ഇതിനെയൊക്കെ ഒരു സുപ്രാതി ഇങ്ങോട്ട് വന്നേച്ച് ഏതെങ്കിലും ഒരു ഏജൻസിക്കാരൻ പറഞ്ഞാൽ പറ്റുമോ? അതുകൊണ്ട് കേരളത്തിലെ ആശുപത്രിയും കേരളത്തിലെ ഡോക്ടർമാരെയും കേരളത്തിലെ അധ്യാപകരും തൊട്ട് കളിക്കാൻ ആരും വരണ്ട എന്നാണ് ഈ ചാനലിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ ചാനലിനെ ശ്രവിക്കുന്ന നിങ്ങൾ അത് ശക്തമായി പ്രതിഫലിപ്പിക്കണം, പ്രവർത്തിക്കണം. അത് ഇലക്ഷൻ ആർക്ക് വേണേൽ വോട്ട് ചെയ്യാം, അത് വേറെ കാര്യം. മിടുക്കന്മാർ വന്നാൽ, ഇപ്പം ഞാൻ പറയാം, എൻ്റെ മുമ്പിൽ വന്ന് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം നിന്ന് ഞാൻ അവനെ വോട്ട് ചെയ്യും. അവൻ മിടുക്കനാണ്, അങ്ങനെ നോക്കി നമ്മൾ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ആളുടെ പണയപ്പെടുത്തിയിട്ടില്ല നമ്മുടെ ആത്മാഭിമാനം, നമ്മുടെ ശക്തിയും ബുദ്ധിയും. കഴിവും പ്രാപ്തിയുള്ള നല്ല മാനിഫെസ്റ്റോ ഒക്കെ ആയിട്ട് വന്നാൽ നമ്മൾ വോട്ട് ചെയ്യും, അത് വേറെ കാര്യം. എന്നും പറഞ്ഞ് നമ്മൾ കാലങ്ങൾ കൊണ്ട് നേടിയെടുത്ത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ, ആശുപത്രി, നമ്മുടെ ഇത് ആരോഗ്യ രംഗത്തേക്ക് കയറി കളിക്കരുത്, അതിനുവേണ്ടി മണ്ടത്തരം കാണിക്കരുത് പിള്ളേർ എന്ന് മാത്രം പറയാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല ഐശ്വര്യപൂർണ്ണമായൊരു ദിവസം ആശംസിക്കുന്നു. നന്മയെ കൊള്ളാനും തിന്മയെ തള്ളാനും നമ്മൾ പഠിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.